ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാറ്റും മഴയൊക്കെ അല്ലേ. അപ്പോൾ അട്ടപ്പാടിയിൽ കുറവുണ്ട് കേട്ടോ മഴയൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ കുറവുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചീര പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ചായ മനസ്സ ചീരയാണ് ഇന്ന് തോരൻ വയ്ക്കാൻ പോണേ. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇത് ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചായ മനസ്സ ചീര ഷുഗർ ചീരയാണ് കേട്ടോ. അതെല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കുടിപ്പിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എടുത്ത് പറിച്ച് നമ്മൾ തോരൻ വയ്ക്കാം. ഏറെ ഗുണങ്ങളുള്ള ചീരയാണിത്. ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം നമ്മൾ അതിൽ കഴുകിയെടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കിളുന്ന ഇല ഇതുപോലെ നോക്കി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കഴിക്കാം ഗൈസ്, നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കാന്താരിയും കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളക്. പിന്നെ കുറച്ച് പഴുത്തതും പച്ചയും എല്ലാം പറിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചമുളകും ഉണ്ട് കേട്ടോ, അതും കൂടെ പറിച്ചെടുക്കാം. അത് ഞാൻ പാവയ്ക്ക കറി വയ്ക്കാനായിരുന്നേ. അപ്പോൾ അതും കൂടെ കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ചീര നിങ്ങൾ വെച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്ക് ചീരയൊക്കെ കഴിക്കണം ഗൈസ്, നല്ലതാണ്. നല്ല ശരീരത്തിൽ പിടിക്കും. ഞാൻ ഏതായാലും ഇന്ന് ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടെ പറിച്ചെടുക്കാം. കാന്താരി ഇത് മതിയാവും. ഇടയ്ക്കൊക്കെ ഓരോ തരം ചീരത്തോരനും വെക്കും കേട്ടോ. ഇതൊക്കെ മണിത്തക്കാളി ചീരയാണ് കേട്ടോ. അതൊക്കെ ഒരു പ്രാവശ്യം പറിച്ച് തോരൻ വെക്കണം. ഇത് ഈ ചെടിയിൽ കുറേ കാന്താരി ഉണ്ട്, പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ, പിഞ്ചാണേ. അപ്പോൾ കുറച്ച് പച്ചമുളക് മാത്രം ഞാൻ പറിച്ചെടുക്കുകയാണ്. കാന്താരി അത് മതിയാവും. നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും. അപ്പോൾ അതൊരു 5-6 പറിച്ചെടുക്കുകയാണ്. എൻ്റെ പാവയ്ക്ക് ചെടിയിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ, അതാ കറി വയ്ക്കണേ. പറിച്ചെടുത്ത് ഇനി നമുക്ക് പോയിട്ട് ചീരത്തോരൻ ഉണ്ടാക്കണം. ലഞ്ചിനുള്ള കറികളൊക്കെ ഒന്ന് വെക്കണം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരത്തോരനും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ കൂർക്കയാണ് കേട്ടോ, അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഇത് ഇപ്പുറത്ത് കുറേ ചീരയുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ പറിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് വെക്കുന്നത് ഞാൻ വീഡിയോ ആക്കിയതാണ് ഗൈസ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചമുളകും കാന്താരിയും പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു സബോള, പാവയ്ക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കറി വയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് ചീര 2 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഈ ചീരത്തോരന് ചെറിയുള്ളി നല്ലതാണ്, അതില്ലാത്തത് കൊണ്ടാണ് സബോള എടുത്തത്. നല്ല കിളുന്ന ഇല നോക്കിയിട്ട് ഇതുപോലെ നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ ചെറിയൊരു പാല് പോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ കപ്പയ്ക്കൊക്കെ നമ്മൾ കപ്പയിലയിലൊക്കെ വരില്ല ഒരു പാല്, അതുപോലെ ഉണ്ടാവുമേ. അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം അത് ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്, അതൊക്കെ എടുക്കാം. നാരകല്ലിലാണ് അരച്ചെടുക്കണത്. അരയ്ക്കല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കാന്താരമുളക് ഒരു 5-6 പാകത്തിന് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കല്ലിൽ ചതച്ചെടുക്കുമ്പോൾ. ചായ മനസ്സ ചീരയുടെ തണ്ടില്ല, അതൊരു ചെറിയ കമ്പുണ്ടെങ്കിൽ മതി കേട്ടോ, അത് പിടിച്ച് കിട്ടുവേ. എവിടെയെങ്കിലും നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ വീട്ടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായി ഒന്ന് നട്ടു കൊടുത്താൽ മതി. നന്നായി വളരും ഗൈസ്, പെട്ടെന്ന് പിടിച്ചും കിട്ടും. ഈ അരകല്ലുള്ളത് നല്ലൊരു ഉപകാരം കേട്ടോ. ഇത് ഗ്രാനൈറ്റിൽ ചെയ്ത കല്ലാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കറണ്ട് ഇല്ലെങ്കിൽ അരച്ചെടുക്കാം. പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കാം, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എന്ത് അരച്ച് ചെയ്താലും നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ തന്നെ ആട്ടുകല്ലും ഉണ്ട് കേട്ടോ ഗ്രാനൈറ്റിൽ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ, അത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേ. അത് ടൈൽസ് എടുക്കാൻ പോയപ്പോൾ എടുത്താണ് ഗൈസ് ഇത്. അപ്പോൾ ഇനി ഇത് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യോടെ കല്ലൊക്കെ ഒന്ന് കഴുകി വിടാമെന്ന് വിചാരിച്ച് കഴുകിയെടുത്തു. അപ്പോൾ ആ പണി തീർക്കുകയാണെങ്കിൽ നമുക്കൊരു എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വൃത്തിയാക്കി വിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാൻ നോക്കാം.
അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി നമുക്കിനി സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സബോള ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ മൺചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ നമ്മൾ വേണമെങ്കിലും തോരൻ വെച്ചെടുക്കാം. പക്ഷേ അലുമിനിയം പാത്രത്തിൽ വെക്കരുതേ. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാനും പാടില്ല. ആവിൽ തന്നെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അത്ര സമയം പിടിക്കും ഇത് വേവാനായിട്ട്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാ ചീര പോലെയല്ല, കുറച്ച് വേവ് കൂടുതലാണ്. ഈ ചീര ഏറെ ഗുണങ്ങളുള്ള ചീരയാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ചീരയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കരുത്. ഇത് ആവിൽ തന്നെ നമ്മളിതുപോലെ വേവിച്ചെടുക്കണം. ആവിയൊക്കെ പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അറിഞ്ഞവരുണ്ടാവും, അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചീര മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ നമ്മൾ ചോദിച്ച് ഇതുപോലെ നമ്മൾ 1-2 പ്രാവശ്യം തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം തളിച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ മനസ ചീരത്തോരൻ റെഡിയാവും. ചിക്കനേക്കാൾ പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ചീരയാണിത് കേട്ടോ. ആവി തന്നെ വേവിച്ചെടുക്കാം മൂടി വയ്ക്കാതെ. അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചായ മനസ്സ ചീര ഏറെ ഗുണങ്ങളുള്ള ചീരയാണ് ഗൈസ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.